ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഓഹരി വിപണികളിൽ ഇടിവ് തുടരാൻ സാധ്യത. വിൽപ്പന സമ്മർദ്ദം കൂടിയേക്കുമെന്ന് വിദഗ്ധർ. HDFC ബാങ്ക് ADRന് ഇന്നലെയും ന്യൂയോർക്ക് വ്യാപാരത്തിൽ ഇടിവ്. യൂറോപ്പിന് പിന്നാലെ അമേരിക്കൻ വിപണിയിലും ഇടിവ്. ഏഷ്യയിൽ സമ്മിശ്ര പ്രതികരണം. ഇൻഡസിൻഡ് ബാങ്കും പോളിക്യാബും ഇന്ത്യ മാർട്ടും അടക്കമുള്ള കമ്പനികളുടെ പാദഫലം ഇന്ന്. കരുത്താർജിച്ച് ഡോളർ. തെലങ്കാനയിൽ 12,000 കോടിയുടെ നിക്ഷേപം നടത്താൻ അദാനി ഗ്രൂപ്പ്. വിവിധ മേഖലകളിൽ ബിസിനസ് ആരംഭിക്കുന്നതിന് 4 കരാറുകൾ ഒപ്പുവച്ചു. കരാറുകൾക്ക് ധാരണയായത് ലോക സാമ്പത്തിക ഫോറം യോഗത്തിനിടെ ഗൗതം അദാനിയും തെലങ്കാന മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും മെഡിക്കൽ ആനുകൂല്യം വ്യാപിപ്പിക്കാൻ ശ്രമം. വിവിധ പങ്കാളികളുമായി ചർച്ച ആരംഭിച്ച് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. യൂബറും സ്വിഗ്ഗിയും അടക്കമുള്ള ഗിഗ് പ്ലാറ്റ്ഫോമുകളിലെ തൊഴിലാളികളെയും മെഡിക്കൽ ആനുകൂല്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ആഗോള ഐഫോൺ ഉൽപാദനത്തിന്റെ 12% ഇന്ത്യയിൽ നിന്നാകുമെന്ന് കമ്പനി. ലക്ഷ്യമിടുന്നത് $1,200 കോടി മൂല്യമുള്ള ഉൽപാദനം. ഫോക്സ്കോൺ, ഹോൺസായി, പെഗാട്രോൺ, വിസ്ട്രോൺ പങ്കാളികളിലൂടെ ഉൽപാദനം തുടരും. ചില്ലറ വിൽപ്പന അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റം അടുത്ത സാമ്പത്തിക വർഷം 4.5% കുറയുമെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ്. മൊത്തം സാമ്പത്തിക വളർച്ച 7% മുകളിൽ തുടരുമെന്നും പ്രവചനം. ദീർഘകാല ഉയർന്ന വളർച്ചാ പാതയിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെന്ന ശക്തികാന്ത ദാസ്. 0.5% പലിശ നിരക്ക് ഉയർത്തലിന് സാധ്യതയെന്ന് സൂചന. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ചില നല്ല വാർത്തകളാണ് വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്നലെ 3 പദ്ധതികളാണ് രാജ്യത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ചത്. ഓഹരി മൂല്യം വളരെ കൂടി. മാത്രവുമല്ല, കേരളത്തിലുള്ള ഒരു കമ്പനിയുടെ വിപണി മൂല്യം 22,000 കോടി കടന്നുവെന്നത് നമുക്കൊക്കെ ആശ്വാസമുള്ള കാര്യമാണ്. മാത്രവുമല്ല, ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. 4,000 പേർക്കാണ് ഈ പദ്ധതികൾ മൂലം തൊഴിൽ ലഭിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, 60 വന്ദേ ഭാരത് ട്രെയിനുകളോട് രാജ്യത്ത് ഈ വരുന്ന വർഷം വരും. ജൂൺ ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും കേരളത്തിലേക്കും ഇതിൽ ചില വന്ദേ ഭാരത് ട്രെയിനുകൾ ലഭിക്കും. അതുകൊണ്ട് സമയ ലാഭത്തിൽ നമുക്ക് പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കും. 2 ആഴ്ചയിലും പുതിയ റൂട്ടുകൾ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഫെഡറൽ ബാങ്കിന്റെയും സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും വായ്പ എടുത്തിട്ടുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ 2 ബാങ്കുകളും പലിശ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പലിശ നിരക്ക് കൂട്ടിയത് 16-ാം തീയതി പ്രാബല്യത്തിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെഡറൽ ബാങ്കിന്റെ പലിശ നിരക്ക് ഉയർത്തുന്നത് 20-ാം തീയതി പ്രാബല്യത്തിലാകും. നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുക. നിങ്ങൾ ബാങ്കിന്റെ മാർജിനൽ കോസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് വായ്പ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പലിശ നിരക്കും EMIയും കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇടിവിലാണ് വ്യാപാരം. 133 പോയിന്റ് താഴ്ന്ന് 21,438 വ്യാപാരം നടക്കുന്നത്. ബാങ്ക് ഓഹരികളും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇടിവിലാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് HDFC ബാങ്ക് എത്രത്തോളം ഇടിവിലാണ് ഇന്നലെ വ്യാപാരം നടത്തിയതെന്ന്. ഇനി ബോംബെ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ആ 72,000 എന്ന് പറയുന്ന നമ്പറിലേക്കും താഴെ പോയി. 71,055 വ്യാപാരം നടക്കുന്നത്. 445 പോയിന്റ് ഇടിഞ്ഞ്. ഇന്ന് തുടക്കത്തിൽ ഡോളറിന് കരുത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രൂപ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 4 പൈസ കൂടി 83 രൂപ 15 പൈസയാണ് ഇന്ന് ഒരു ഡോളറിന്റെ വില. ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റ് ഉണ്ട്. പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ വിപണിയിൽ ഇന്നലെ ഒരു ചോരപ്പുഴ ഒഴുകിയ ഒരു സംഭവമായിരുന്നല്ലോ. അപ്പോൾ HDFC ബാങ്ക് ഒക്കെ വലിയ ഇടിവിലായിരുന്നു. ഈ നിക്ഷേപകർക്ക് ഒരു സംശയമുണ്ടോ? ഈ പറയുന്ന ഉയർച്ച 72,000 നിന്ന് 73,000 ചുരുങ്ങിയ ദിവസങ്ങളിലുള്ള ഈ കയറ്റം ഇതൊരു അടിത്തറയില്ല കയറ്റമാണെന്നൊരു തോന്നലുണ്ടോ നിക്ഷേപകർക്ക്? ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു തിങ്കിങ്ങിന്റെ ആവശ്യമില്ല. അത്ര ഉണ്ടായതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് കയറുന്നത്. കാരണം പലപ്പോഴും മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ കമ്പനിയുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് കയറുന്നത്. ഇപ്പം HDFC ബാങ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ HDFC ബാങ്കിന് ഒരു റിസൾട്ട് മോശമായതിനെ തുടർന്ന് അതിനകത്ത് നല്ല ഇടി വന്നെങ്കിൽ പോലും 1,480 ലെവലൊക്കെ HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നല്ല സപ്പോർട്ട് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർക്ക് ആ ലെവലിലൊക്കെ മറ്റേ ആയതിനാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്. അതുപോലെ മറ്റ് കമ്പനികളുടെ റിസൾട്ടുകളും വരേണ്ടതായിട്ടുണ്ട്. ആ റിസൾട്ടുകൾ നാളെ, അതായത് വെള്ളിയാഴ്ച റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് വരുന്നുണ്ട്. അതും HDFC ബാങ്ക് പോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ഇന്നത്തെ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ 21,375 ലെവലൊക്കെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാവുന്ന ഒരു ലെവലാണ്.
മുകളിലേക്ക് കയറുന്ന വർഷം 21,660 ലെവൽ വരെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പോകാവുന്നതുമാണ്. ശരി, എന്തായാലും ആ സൈക്കോളജിക്കൽ ലെവലിൽ തന്നെ നിഫ്റ്റി ഇന്ന് വ്യാപാരം തുടരും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതൊരു കറക്ഷന്റെ സമയമാണ്, നിക്ഷേപം നടത്താൻ പറ്റിയ സമയമാണ്. താങ്ക് യു ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഉച്ചയ്ക്ക് 1:30 വീണ്ടും കാണാം. ബാക്ക് ടു SKN. നമസ്കാരം.